ഒരു കാര്യം നിങ്ങൾ തീവ്രമായി ആഗ്രഹിച്ചാൽ അതിന്റെ സഫലീകരണത്തിനായി ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളോടൊത്ത് ഒരു ഗൂഢാലോചനയിൽ ഏർപ്പെടും. ഇത് എഴുത്തുകാരനായ പൗലോ കൊയ്ലോയുടെ വാക്കുകളാണ്. ഈ വാക്കുകളെ അന്വർത്ഥമാക്കുന്നതാണ് പെറുവിലെ ഒരു മത്സ്യബന്ധന തൊഴിലാളിയായ മാക്സിമ നാപ്പ കാസ്ട്രോയുടെ ജീവിതം. 10 ദിവസത്തേക്ക് ആവശ്യമായ ഭക്ഷണവും കരുതിയാണ് 61കാരനായ കാസ്ട്രോ ഡിസംബർ 31-ന് മത്സ്യബന്ധനത്തിനായി പസഫിക് സമുദ്രത്തിലേക്ക് പോയത്. എന്നാൽ പ്രതികൂല കാലാവസ്ഥ കാസ്ട്രോയുടെ ജീവിതം മാറ്റിമറിച്ചു. റേഡിയോ സംവിധാനം തകരാറിലായി. പുറം ലോകവുമായുള്ള ആശയവിനിമയം കാസ്ട്രോയ്ക്ക് നഷ്ടമായി. 10 ദിവസം കഴിഞ്ഞതോടെ വീട്ടുകാരും ആശങ്കയിലായി. ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. നടുക്കടലിൽ അകപ്പെട്ട കാസ്ട്രോ ആഹാരമാക്കിയതാകട്ടെ ചെറിയ പാറ്റകളെയും ബോട്ടിൽ ഉറങ്ങാനെത്തിയിരുന്ന പക്ഷികളെയും ഒക്കെ ആയിരുന്നു. ബോട്ടിലേക്ക് ചാടുന്ന മീനുകളെയും അദ്ദേഹം ആഹാരമാക്കി. ഒടുവിൽ ആമയെ വേട്ടയാടി പിടിച്ച് രക്തം കുടിച്ചു എന്നതും കാസ്ട്രോയുടെ അനുഭവ സാക്ഷ്യം. കാരണം വെള്ളം കുടിച്ചിട്ട് ദിവസങ്ങളേറെയായിരുന്നു. ഏകദേശം 95 ദിവസത്തിന് ശേഷം പെറുവിൽ നിന്ന് 75 മൈൽ അകലെ കാസ്ട്രോയെ കണ്ടെത്തിയത് നാവികസേനയാണ്. ദൈവവിശ്വാസവും കുടുംബത്തെ കാണണമെന്ന അതിയായ ആഗ്രഹവുമാണ് അതിജീവനം സാധ്യമാക്കിയതെന്നാണ് കാസ്ട്രോ പറയുന്നത്.